നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് മറ്റൊരു ട്രിക്ക് നോക്കാം. അതായത് 693 693 ഡിവൈഡഡ് ബൈ 33. ഈ സംഖ്യക്ക് എന്താ പ്രത്യേകത ഉള്ളത്? ഈ 100ന്റെ സ്ഥാനത്തേക്കും ഒറ്റയുടെ സ്ഥാനത്തേക്കും കൂടെ കൂട്ടിക്ക് 6 3 എത്രയാണ്? 9. ശരിയല്ലേ? പിന്നെ ഈ 3 3ആണെങ്കിൽ 33 തന്നെ. ഈ 6 3 കൂടെ കൂട്ടിയാൽ നടുക്കത്തെ സംഖ്യയും വേണം. അങ്ങനെയുള്ള സംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ക്രിയ ഒന്നും ചെയ്യണ്ട. നോക്കിക്കോ, ഇതും അങ്ങനെയല്ലേ? നോക്കിയേ, 3 4 കൂടെ കൂട്ടുമ്പോൾ 7 കിട്ടും അല്ലേ? പിന്നെ ഈ 4ആണെങ്കിൽ ഇവിടെ 44, 3 ആവുകൊണ്ട് 33. നോക്കിയേ, 5 4 കൂടെ കൂട്ടുമ്പോൾ നടുക്കത്തെ 9 കിട്ടൂലേ? കിട്ടും. പിന്നെയോ ഈ 5 55. ഇങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് എക്സാമിന് കാണുമ്പോഴേ അറിയാം അതിന്റെ ഉത്തരം പെട്ടെന്ന് എഴുതണം. എങ്ങനെയാന്ന് നോക്കിയോ, ഈ 6ഉം 3ഉം 9 അല്ലേ? ഇപ്പൊ ഈ 63 ഇവിടെ എഴുതുന്നു. ഈ 6 3 കൂടി 63 എന്ന് ഇവിടെ എഴുതി. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? ഈ അടിയിലത്തെ ഈ 3 എടുത്തിട്ട് അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. 63 എങ്ങനെ ചെയ്യും? 63 3 6ൽ 2 പ്രാവശ്യം, 3 3ൽ 1 പ്രാവശ്യം. ആൻസർ 21 ആയിരിക്കും. നമ്മൾ ഡിവൈഡ് ചെയ്യാനൊന്നും പോകാതെ കിട്ടും. അപ്പൊ ഇതെങ്ങനെ വരും? 3ഉം 4ഉം കൂടെ 7 അല്ലേ? അപ്പൊ ഈ 3ഉം 4ഉം 34 എന്ന് എഴുതണം അല്ലേ? അടിയിൽ 4 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, എഴുതിയാൽ പോരെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലും പൂർണ്ണസംഖ്യ പൂർണ്ണമായിട്ട് അടങ്ങൂല. അപ്പൊ നമ്മൾ എന്ത് എഴുതുമല്ലോ? 34 ബൈ 4, 4 32. റിമൈൻഡർ എത്ര വരും? 2. പോയിന്റ് ഇട്ടു കേട്ടോ, ഇവിടെ ഒരു 0 ഇട്ടു. 4 20. ഇപ്പൊ 8.5 ആൻസർ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെയൊന്ന് ഡിവൈഡ് ചെയ്ത് എഴുതുക. പെട്ടെന്ന് ചെറിയ സംഖ്യയല്ലേ, ഡിവൈഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. 8.5 ആൻസർ. ഇത് നോക്കൂ, 495 ബൈ 55. അപ്പൊ ഏതാ എഴുതണം? 45 എഴുതണം അല്ലേ? ഏതാ 45? ഈ 4ഉം 5ഉം കൂടെ 45 എഴുതി. അടിയിലോ ഈ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 5 45ൽ 9. ഇതാണ് ആൻസർ. എളുപ്പമല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത ഒരിക്കൽ കൂടി പറയാം. 100ന്റെ സ്ഥാനത്തെയും ഒറ്റയുടെ സ്ഥാനത്തെയും അക്കങ്ങൾ കൂട്ടിയാൽ നടുക്കത്തെ സംഖ്യ 10ന്റെ സ്ഥാനത്തെ സംഖ്യ കിട്ടണം അല്ലേ? 6 3 9. ഇത് നോക്കിക്കേ, 4 3 7, 4 5 9. ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ, എന്താണ്? ഈ 3 ഇവിടെ 33, ഇവിടെ 4 44, 5 55. ഇങ്ങനെ വേണം അല്ലേ? 6 66. ആ രീതി വേണം വരാൻ. പിന്നെ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? ഈ 100ന്റെയും ഒറ്റയുടെയും സ്ഥാനത്തേക്കുമായിട്ട് 63 അതുണ്ടാവും. 34 45 അങ്ങനെ എഴുതിയിട്ട് ഈ അടിയിലത്തെ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. ചെറിയ ചെറിയ സംഖ്യകളല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ വന്നാൽ പൂർണ്ണമായിട്ട് അടങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ ഹരിച്ചു നോക്കി നമ്മൾ എഴുതുക. 8.5 എന്ന് എഴുതുക. ഇത് എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള എളുപ്പ വഴികൾക്കായി അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അതുവരേക്കും ഏവർക്കും നന്ദി.